ஓகே, எக்ஸ்ட்ரா இருந்தாலும் டெக்ஸ்ட் பண்ணக்கூடாது வீட்டுக்கு போயிட்டு. எஸ் ഹോപ്പ്ഫുള്ളി അത് അങ്ങനെ വന്നാൽ നന്നായി. വരേണ്ട സാധ്യതകളുണ്ട്. വന്നാൽ നന്നായിരുന്നു. പറഞ്ഞ പോലെ സ്കൂളിലെ ചില ഇന്നസെൻസ് കാണിക്കുന്ന കുറെ നർമ്മ മുഹൂർത്തങ്ങൾ സിനിമയിലുണ്ട്. അപ്പോൾ അത് വന്നാൽ വളരെ വളരെ നന്നായിരിക്കും. അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഇപ്പോൾ തക്സും റാങ്കി ചെയ്തത് ഞാൻ എൻ്റെ രണ്ടാമത്തെ സിനിമയായിട്ടാണ്. സുജാത ഞാൻ ചെയ്യുന്നത് റാങ്കിയാണ്. 7-8 വർഷം മുന്നെയാണ്. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു തമിഴ് പടം വന്നപ്പോൾ ഞാൻ അങ്ങനെ എക്സൈറ്റ്മെന്റിൽ ഞാൻ പോയതാണ്. അധികം ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നില്ല ക്യാരക്ടർ എത്രത്തോളം ആൾക്കാരുടെ ഇടയിൽ ഇറങ്ങും, അത് സീരിയസ് റോളാണോ കോമഡി റോളാണോ എന്ന് ഞാൻ കോൺഷ്യസ് ആയിട്ടില്ല. ഒരു എക്സൈറ്റ്മെന്റിൽ ഞാൻ പോയതാണ്. തക്സും എനിക്ക് ബൃന്ദ മാസ്റ്റർ എനിക്ക് പരിചയമുള്ളത് കൊണ്ട് അങ്ങനെ ഒരു പാർട്ടാവണം എന്നുള്ളത് കൊണ്ട് പോയതാണ്. പിന്നെ ഞാൻ ഇപ്പോഴാണ് എനിക്ക് ആ ക്യാരക്ടറിനെ പറ്റി ഞാൻ ആലോചിച്ച് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോഴാണ്, റീസെന്റ് ആണ്. അപ്പോൾ എനിക്ക് അതൊരു നല്ലൊരു ക്യാരക്ടറിൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഓഡിയൻസിൻ്റെ അടുത്ത് കണക്ട് ചെയ്യാനുള്ള നല്ലൊരു ക്യാരക്ടറാണ്, നല്ലൊരു സിനിമയും അതിന് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഇപ്പോൾ യെസ്, അങ്ങനെയാണ് ഞാൻ ഈ പടം ചൂസ് ചെയ്തതും. ഇപ്പോൾ ഞാനത് നോക്കുന്നുണ്ട്. എനിക്ക് മുന്നേ ഞാൻ അത്രയും എന്താ പറയുക, അത്രയും ബുദ്ധി ഉണ്ടായിരുന്നില്ല, അത് ആലോചിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അത് ഞാനത് കോൺഷ്യസ് ആയി നോക്കി തുടങ്ങിക്കൊണ്ടിരുന്നത്.